നമസ്കാരം. സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും പ്രത്യേകിച്ചും റേഷൻ കാർഡ് ഉടമകൾ, അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവരെയൊക്കെ ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരവുമായിട്ടുള്ള ചില വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായിട്ട് വലിയൊരു ലക്ഷ്യമാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് 1,00,000 കുടുംബങ്ങൾക്ക് പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ തന്നെ അഥവാ മഞ്ഞ പിങ്ക് കാർഡുകൾ അനുവദിക്കുക എന്നതായിരുന്നു ഇതിലെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ഈ പ്രഖ്യാപിച്ച ലക്ഷ്യത്തെയും പൂർണ്ണമായി മറികടന്നുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് 70,324 യോഗ്യരായ അപേക്ഷകർക്കാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ പുതിയ മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചിരിക്കുന്നത്. അപേക്ഷകർ സമർപ്പിച്ച വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് സർക്കാർ എത്തിയത്. ഈ പ്രത്യേക ക്യാമ്പയിൻ്റെ ഭാഗമായി ആകെ ലഭിച്ച 76,038 അപേക്ഷകളിൽ നിന്ന് മതിയായ രേഖകളില്ലാത്ത 1,353 എണ്ണം തിരിച്ചയക്കുകയും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത 2,011 അപേക്ഷകൾ നിരസിക്കുകയും ചെയ്ത ശേഷമാണ് ഏറ്റവും അർഹരായ 70,324 കുടുംബങ്ങളെ മുൻഗണനാ പട്ടികയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇതുവരെ സാധാരണ നീല വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിരുന്ന ആയിരക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ ഒരൊറ്റ തീരുമാനം വഴി ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. പുതിയ കാർഡ് ലഭിച്ചവർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറിയവർക്ക് എപ്പോൾ മുതലാണ് സൗജന്യ റേഷൻ വിഹിതം ലഭിച്ചു തുടങ്ങുക എന്ന് തന്നെയാണ്. പുതുതായിട്ട് മുൻഗണനാ പട്ടികയിൽ ഇടം പിടിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ വരുന്ന ഓഗസ്റ്റ് മാസം 3-ാം തീയതി മുതൽ സൗജന്യ റേഷൻ വിതരണം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുമിച്ച് ഇത്രയധികം ആളുകൾക്ക് മുൻഗണനാ ആനുകൂല്യം നൽകുന്നത് റേഷൻ വിതരണ രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അതാത് റേഷൻ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഔദ്യോഗിക പോർട്ടലുകളിലോ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും പരിശോധിക്കേണ്ടതാണ്. കൂടാതെ പുതിയ കാർഡുകളിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ഓഗസ്റ്റ് മാസം 3-ാം തീയതി മുതൽ തങ്ങൾക്ക് അർഹമായിട്ടുള്ള സൗജന്യ റേഷൻ വിഹിതം കൃത്യമായിട്ട് കൈപ്പറ്റാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. കേവലം റേഷൻ വിതരണം കൊണ്ട് മാത്രം തീരുന്നില്ല സർക്കാരിൻ്റെ ഇത്തവണത്തെ പ്രഖ്യാപനങ്ങൾ. സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണത്തിലും അതോടൊപ്പം തന്നെ റേഷൻ കടകളുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിലും സുപ്രധാനമായ ചില നടപടികളൊക്കെ തന്നെ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. പൊതുവിതരണ സംവിധാനം വഴി കൃത്യമായി വിതരണം ചെയ്യുന്നതിനായിട്ട് 4,068 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് നിലവിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. വരും മാസം 1-ാം തീയതി മുതൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലൂടെയും മണ്ണെണ്ണ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഏറെ നാളായിട്ട് ആശങ്ക ഉയർത്തിയിരുന്ന റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാരുടെയൊക്കെ കുടിശ്ശിക ആ തുക വളരെ വൈകാതെ നൽകി തീർക്കുമെന്നും നിലവിലുള്ള കരാറുകളൊക്കെ പുതുക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വാതിൽപ്പടി സേവന പ്രശ്നങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെയും സെപ്റ്റംബറോടെ പുതിയ ടെൻഡറുകൾ വിളിക്കുന്നതോടെയും ഒക്കെ തന്നെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഉണ്ടാകുമായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാകുകയും വിതരണം കൂടുതൽ സുതാര്യമാവുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും വരുന്ന ഓണക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ആനുകൂല്യങ്ങളും സർപ്രൈസുകളും ഒക്കെ ആയിട്ടാണ് സപ്ലൈകോയും ഭക്ഷ്യവകുപ്പും ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ അരിയുടെയും സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെയും ഒക്കെ തന്നെ വിതരണം ഓഗസ്റ്റ് 10-ാം തീയതിക്കകം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾ വഴിയും ആരംഭിക്കുന്നതാണ്. ഏറ്റവും അർഹരായിട്ടുള്ള മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഓണക്കിറ്റുകളാണ് സർക്കാർ ലഭ്യമാക്കുന്നത്. ഇതിനായി 56 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. അതേസമയം സാധാരണക്കാരായിട്ടുള്ള നീല വെള്ള കാർഡ് ഉടമകൾക്ക് വലിയ ആശ്വാസമായി കിലോയ്ക്ക് വെറും 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോയോളം സ്പെഷ്യൽ അരി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ സപ്ലൈകോ വഴി മുൻഗണനേതര കാർഡുകാർ ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ മിതമായിട്ടുള്ള നിരക്കിൽ വാങ്ങാൻ പാകത്തിൽ പായസക്കൂട്ട്, മസാലക്കൂട്ടുകൾ, വെളിച്ചെണ്ണ എന്നിവയടങ്ങിയ 3 വ്യത്യസ്ത തരം ഓണക്കിറ്റുകളും ഓണച്ചന്തകൾ വഴി 13 ഇനം സബ്സിഡി സാധനങ്ങളും വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത് അത് ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ജൂലൈ മാസത്തിലെ 2,000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ നേരിട്ടെത്തി ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്കുള്ളിൽ തന്നെ പെൻഷൻ തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കും. കൂടാതെ കേന്ദ്ര വിഹിതം കുറഞ്ഞത് മൂലം പ്രതിസന്ധിയിലായ NSAP പെൻഷൻകാർക്കായിട്ട് 23 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് നമ്മളേറെ കാത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ബോണസ് വാർത്ത കൂടി പുറത്തു വരുന്നത്. വരാനിരിക്കുന്ന ഓണാഘോഷം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസത്തെ പെൻഷൻ അഡ്വാൻസ് ആയിട്ട് നൽകുമ്പോൾ ആകെ 4,000 രൂപ ഒന്നിച്ച് പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ വലിയ സാധ്യതയാണുള്ളത്. അതായത് ജൂലൈയിലെയും ഓഗസ്റ്റിലെയും തുകകൾ കൂട്ടിയാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ 6,000 രൂപയോളം ഓണക്കാലത്ത് തുകയായിട്ട് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ചുരുക്കത്തിൽ റേഷൻ കാർഡ് മാറ്റങ്ങൾ മുതൽ ഓണം ആനുകൂല്യങ്ങളും പെൻഷൻ തുകയും വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. പുതിയ മുൻഗണനാ കാർഡുകളൊക്കെ തന്നെ ലഭിച്ചവർ തങ്ങളുടെ റേഷൻ കടകളിൽ നിന്നുള്ള പ്രാദേശിക അറിയിപ്പുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ഓഗസ്റ്റ് 1 മുതൽ തന്നെ നിങ്ങളുടെ സൗജന്യ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കൈപ്പറ്റുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയും ഒപ്പം മണ്ണെണ്ണയും വിതരണം ചെയ്യുന്ന തീയതികൾ
നിങ്ങളുടെ പ്രദേശത്തെ റേഷൻ കടകളുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിലും റേഷൻ കാർഡ് വിഷയങ്ങളിലും ഉണ്ടാകുന്ന പുതിയ ഉത്തരവുകളും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള തീയതികൾ അറിയിപ്പുകളൊക്കെ തന്നെ തത്സമയം നമ്മുടെ ചാനലിലൂടെ തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഇതുപോലുള്ള വിശ്വസനീയവും ഉപകാരപ്രദവുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.